ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിന്ന് കുറച്ച് പർച്ചേസിങ് ഉള്ളതുകൊണ്ട് മോളെ നേരത്തെ അംഗനവാടിയിലാക്കി. സാധാരണ ഒരു 10-20 ആകുമ്പോഴേ ആക്കുന്നത്. ഇന്നൊരു 10 മണി കഴിഞ്ഞപ്പോഴേ ആക്കി. ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ട് മോളെ ആക്കിയിട്ട് വന്ന് നേരെ റെഡി ആയിട്ട് ഞങ്ങൾ പോയി. നല്ല വെയിലായിരുന്നു. കണ്ണൻ ഒരാളെ കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ കൊല്ലം സബ് ജയിലിൻ്റെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന്. ആൾ വരാനായിട്ട് ഒരുപാട് ലേറ്റായി. എന്തോ പേപ്പേഴ്സൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് ഞങ്ങൾ നേരെ പോയതൊരു ഫാൻസി ഷോപ്പിലോട്ടായിരുന്നേ. നമ്മൾ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് സ്റ്റഡൊക്കെ എടുക്കാനായിട്ടാണ് പോയത്. നമ്മൾ സാധാരണ ഫാൻസി എടുക്കുന്നത് എറണാകുളത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൊല്ലം ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ ഈ ഷോപ്പിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആകെ ഒരു കുഴപ്പം, ഷോപ്പിന് സ്പേസ് കുറവായിരുന്നു. നല്ല ടോയ്കളും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പർച്ചേസൊക്കെ ചെയ്ത് നേരെ പോയത് ഒരു ജ്യൂസ് കുടിക്കാനായിരുന്നു. അത്രയ്ക്ക് ദാഹം ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ജ്യൂസായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് തന്നത്. ചിലരിൽ നിന്നൊക്കെ കുടിച്ചാൽ നമുക്ക് ദാഹം പോലും മാറില്ല, കുറച്ചേ കാണത്തുള്ളൂ. പിന്നെ അതെല്ലാം കുടിച്ച് ഞങ്ങൾ രാവിലെ ഒരു ഇക്കായെ കണ്ടായിരുന്നു. ഈ കടച്ചക്കയല്ല, ശീമച്ചക്ക ഉണ്ടല്ലോ, അത് വിൽക്കുന്നത്. അത് തീരുമോയെന്നായിരുന്നു, എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു, 2 എണ്ണത്തിന് 200 രൂപയായിരുന്നു. ഞങ്ങൾ പിന്നെ അതെല്ലാം വാങ്ങിച്ച് മീൻ തരുന്ന ആൻറ്റിയുടെ അവിടെ മീനുണ്ടായിരുന്നു, അതും വാങ്ങിച്ച് ഞങ്ങൾ വന്നു. അമ്മ പിന്നെ മീൻ കിട്ടിയ അപ്പോഴേ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടേ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. സ്രാവും അയിലയുമായിരുന്നു കിട്ടിയത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്രാവായിരുന്നു. സ്രാവ് കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ് കേട്ടോ. അതിൻ്റെ ഈ തലയും ഈ വാൽഭാഗമൊക്കെ ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് അതിൻ്റെ തോലുരിഞ്ഞ് മാറ്റിയിട്ട് മുരിങ്ങയിലയിട്ട് തോരൻ വയ്ക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ സ്രാവ് വൃത്തിയാക്കുന്ന അതിൻ്റെ തോലൊക്കെ ഉരിഞ്ഞാണ് വൃത്തിയാക്കുന്നത്. അത്യാവശ്യം നല്ല പാടാണ് കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അമ്മ അത് നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ഫിഷൊക്കെ കട്ട് ചെയ്യും. അങ്ങനെ അയിലയും ഉണ്ടായിരുന്നു, അയില ഫ്രൈ ചെയ്യാനായിട്ടായിരുന്നു. സ്രാവ് പിന്നെ നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ മാറ്റി വെച്ച്. പിന്നെ വറുത്തരച്ച് കറിയൊക്കെ വെക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ കട്ട് ചെയ്യുന്നിടത്ത് ഒരു ഇലിമ്പി മരമുണ്ട്. ഇപ്രാവശ്യം നല്ലതുപോലെ അതിനകത്ത് നിറച്ചും പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല പഴുത്തൊക്കെ നിൽപ്പുണ്ട്. ഇനി അത് പിച്ചാനായിട്ട് ഇറങ്ങിയില്ല. അത് ഞാനൊരു വീഡിയോയിലിടാം. അമ്മ നല്ല ഉപ്പൊക്കെ ഇട്ട് വരവി നല്ല വൃത്തിയായിട്ട് മീൻ കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ അയില പൊരിക്കാനായിട്ട് മുളകും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ നല്ലപോലെ അരപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം അരപ്പൊക്കെ പുരട്ടി വെക്കണം. പക്ഷേ അതിനുള്ള ടൈമില്ലാതെ നമ്മൾ വന്നപ്പം തന്നെ 2 മണി അടുപ്പിച്ചാവാറായി. അങ്ങനെ പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ടിട്ട് കൊഞ്ച് തീയലായിരുന്നു ഇന്നിവിടെ ഉള്ളത്. അങ്ങനെ കൊഞ്ച് തീയലും അയില പൊരിച്ചതും കൊഞ്ച് പുളി ഉണ്ടായിരുന്നു, രസം കണക്കൊക്കെ ഇരുന്നത്, അത് നല്ലതായിരുന്നു. അതെല്ലാം കൂട്ടി ചോറൊക്കെ കഴിച്ച് പിന്നെ മറ്റേ ആ ശീമച്ചക്ക ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് അത് പുഴുങ്ങാനായിട്ട് വെച്ച് വൈകുന്നേരം കഴിക്കാമെന്നും പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് തേങ്ങാപ്പാലിനകത്ത് ഉപ്പിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 എണ്ണം കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു. പിന്നെ അതെല്ലാം അടുപ്പിൽ വെച്ച് മോളെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു അംഗനവാടിയിൽ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അംഗനവാടി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്നാണ് പോയത്. ചിലപ്പം കണ്ണനുമായിട്ട് പോകും, ചിലപ്പം നടന്നു പോകും. ചെന്നപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. ടീച്ചർ പറഞ്ഞു കുറച്ച് നേരം ഉറങ്ങട്ടെന്ന്. അങ്ങനെ ഞാൻ പിന്നെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തവിടെ. പിന്നെ ഞാൻ വിളിച്ചുണർത്തി. അതൊക്കെ വലിയ പാടാണ്. ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൂഡ് കാണത്തില്ല. പിന്നെ എടുത്തുകൊണ്ടൊക്കെ വന്ന് പിന്നെ ഞാനൊരു ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ആൾ സോൾവായി. അങ്ങനെ ഒരു ഡയറി മിൽക്കിൻ്റെ മുട്ടായി വാങ്ങിച്ചിട്ട് അത് പാലൊക്കെ മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെച്ച്. അപ്പം ടാറ്റാ ബൈ, സീ യു.